ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ തന്നെ വന്നു പൊളിച്ചു ഫുൾ ഓൺ എനർജിയിൽ. ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തേ? ഇത് അനിമാമിന് വേണ്ടിയാണ്. അനിമാമ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഹായ് അനിമാമ. എന്തുകൊണ്ടാ മാമന് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തേ?
അനിമാം എന്ന് പറയുമ്പോൾ എന്നെ സംഗീതപരമായി വളരെ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. Okay. ഞാനിങ്ങനെ ഓരോ പാട്ട് പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തരും. ആഹാ. പിന്നെ ഞങ്ങളുടെ അവിടെ ചാലക്കുടിയിൽ കലാഭമണി അങ്കിളുടെ പേരിലുള്ള ഒരു പാർക്കുണ്ട്, പാട്ടൂരാന്ന്. ഓക്കെ. അവിടുത്തെ ഒരു മെയിൻ ലീഡ് സിംഗറാണ്. ഓ ഓക്കെ. നാണം വരുന്നു മാമന്. എങ്ങനെയാ ധ്രുവ, ഇതുപോലെ തന്നെ ഭയങ്കര എനർജി ആയിട്ടുള്ള ആളാണോ ഫുൾ ടൈം? അതെ. ആ ഓക്കെ. മാമൻ പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ടൊക്കെ പാടും. എന്നാ ഞങ്ങക്ക് കേക്കണമല്ലോ രണ്ടുപേര്. അല്ല മോളെ മെയിൻ സിംഗർ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടാണോ പാടുന്നത്? അല്ല എന്തോന്ന് കൊച്ചേ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടൊന്ന് കേൾക്കണം. അതെ അതെ യെസ് മാമ, ഞങ്ങക്ക് വേണ്ടി ഒരു രണ്ടുപേര്. അത് മാത്രല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ മുമ്പ് അച്ഛന്റെ ഫോണിൽ ശ്രുതിയിട്ടാണ് പാടിയിരുന്ന ആപ്പില്. ഓക്കെ. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ ബർത്ത്ഡേയുടെ അന്നൊരു ശ്രുതി ബോക്സ് ഗിഫ്റ്റ് ചെയ്താ. സൂപ്പർ മാമ, രണ്ടുപേര്. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി, പിരികളായി പിന്നിയ ചുരുൾമുടി കാണുകയൻ അരിമുല്ല പൂക്കുകയായി, എൻ്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിരനിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ, ഇനിയൊന്നു പാടൂ ഹൃദയമേ. വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ട് പാടി, നന്നായിട്ട്. നൈസ് നൈസ്. കുറച്ചൊന്നുമല്ല കേട്ടോ, നന്നായിട്ട് പാടുന്നത്. അടിപൊളി. താങ്ക് യു. ഇനി നമുക്ക് ധ്രുവയുടെ പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ. ഹരിച്ചേട്ടാ. ധ്രുവ എന്താ? സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എപ്പോഴും വരുന്നു, പൊളിക്കുന്നു, അതെ. പോകുന്നു. ധ്രുവ ഭയങ്കര ക്യൂട്ടായിട്ട് പ്രസന്റ് ചെയ്തു. അതെ. ഇവള് പറയുന്ന കേട്ടാലേ ഒരു JCB ലക്ഷണത്തിലാ. എപ്പോഴും വരുന്നു, പൊളിക്കുന്നു, പോകുന്നു. ഇവളങ്ങനെയാ. അതിപ്പോ എന്തെങ്കിലും ജഡ്ജ്മെന്റ് നെഗറ്റീവ്, അവള് കൂളായിട്ടൊന്ന് കേട്ട് ഓക്കെ താങ്ക് നല്ല യു കാര്യം. എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ വേണ്ടത്. അതെ. അങ്ങനെ വേണം മോളെ, കൂളായിട്ട് അതെ മനസ്സിലാക്കണം, അതിലെ നന്മ മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ. അതെ. നല്ല കൂളായിട്ട് പെർഫോം ചെയ്തു ആസ് യൂഷ്വൽ. ഞാൻ ഒന്നും പ്രത്യേകിച്ച് എഴുതിയില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പിച്ച് ഔട്ട്സ് കുഴപ്പമില്ല, എന്നാലും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പഠിച്ചു പാടി കേട്ടോ. Thank you, നൈസ്, sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ധ്രുവ, എന്താ? പെർഫെക്റ്റ് സോങ് സെലക്ഷൻ മോളെ. താങ്ക് യു. കാരണം ഈ പാട്ടിന് വേണ്ട ഒരു കൊഞ്ചൽ സംഭവമുണ്ട്. അത് മോള് സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ട്. അതാ അതുകൊണ്ട് പെർഫെക്റ്റ് സോങ് സെലക്ഷൻ മോള് നന്നായിട്ട് പാടി പോണേ. താങ്ക് യു. കാരണം ബേസിക്കലി ഒരു പാട്ട് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ആളുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളതാണല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു പിച്ചൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് കണക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ പിച്ചൗട്ടൊക്കെ അങ്ങ് തലയുടെ മേലെ കൂടെ അങ്ങ് പാസ് ചെയ്തങ്ങ് പോകും. അതുപോലെ അതങ്ങ് പാസ് ചെയ്തങ്ങ് പോയി. 1-2 പ്രശ്നങ്ങൾ. ബട്ട് കാരണം ആ വൈബ് കറക്റ്റായിരുന്നു. മോൾ പാടുന്ന ആ ഒരു മോൾ പാട്ടിന് കൊടുത്ത ആ ഒരു 100% ഡെഡിക്കേഷൻ, ഇറ്റ് വാസ് ട്രൂ. ആകെ ആ അവസാനം ഒരു ചെറിയൊരു അത് കാര്യമാക്കണ്ട, കാരണം ബാക്കി ഒരുപാട് കാര്യങ്ങൾ മോള് ഈ പാട്ടിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ജലദോഷമായിരുന്നു. ആണോ? വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഇറ്റ് വാസ് നൈസ് കേട്ടോ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ കുഞ്ഞെ എന്തോ? ഉഗ്രായിട്ട് പാടിയടാ, താങ്ക് യു സർ. സുഖമായിട്ട് പാടി. ആ ഓരോ ചരണത്തിൽ അത് കുഴപ്പമില്ല കേട്ടാ, അത് നമുക്ക് അത് ആർക്കും പറ്റും. പക്ഷെ മോള് മൊത്തത്തിൽ നല്ല സുഖമായിരുന്നു. പല ഏരിയയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു അത് സർ. കേൾക്കുമ്പോൾ തന്നെ കുറേ സന്തോഷം. എനിക്കൊരൊറ്റ സംശയമുണ്ട്, തീർത്തു തരുമോ? ആ വിടൈ സൊൽ 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 അതൊന്ന് പാടിത്തരാമോ? ഫസ്റ്റത്തെ ആണോ സെക്കൻഡ് ആണോ? ഇല്ല, രണ്ടും. വീട് സൊൽ 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 മനസ്സുക്കുൾ ജൽ ജൽ ജൽ. ആ വീട് സൊൽ 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 മനസ്സുക്കുൾ ജൽ ജൽ ജൽ. തരരാ. ആ നോട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം മോളെ കേട്ടോ. വീട് സൊൽ 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 മനസ്സുക്കുൾ ജൽ ജൽ. ഗുഡ് ഗുഡ് ഗുഡ്. തരരാ തരരാ. ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യണം മോളെ, അതേ ഉള്ളൂ. അതൊന്നും വലിയ തെറ്റല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റഹ്മാനെങ്ങാനും കേട്ടിട്ട് വിഷമിച്ചാലോ കേട്ടോ. പിന്നെ കാണുമ്പോൾ ചോദിക്കത്തില്ലോ വാട്ട് മിസ്റ്റർ ശരത്, ഞാൻ എനിക്ക് ഉത്തരം കിട്ടാതെ പോകും. അതുകൊണ്ടാ.
അതേന്നോ അതെ. മക്കളെ ബാക്കി എല്ലാം നന്നായിരുന്നു. ഇടയ്ക്കുള്ള നമുക്ക് ആക്സിഡന്റ് മറന്നേക്കാം. പിന്നെ നല്ല ചക്കര പോലെ നിന്ന് പാടി. എനിക്കൊരു കാര്യമുണ്ട് പറയാൻ, പറഞ്ഞോട്ടെ? ഐ ലവ് യു. ഐ ലവ് യു സർ. അതിൽ മക്കളുടെ മാവനും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി അതെ. കേട്ടോ. താങ്ക് യു ശരത് സർ. മാഷേ ധ്രുവ എന്തോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്? 4th. 4th. നല്ല ജ്ഞാനമുള്ള മോളാ. നന്നായിട്ട് പാടുക. ഈ തരം പാട്ടൊക്കെ ഇങ്ങനെ പാടുക. ഒരു പാട്ട് പാടുന്ന ഒരു രീതിയിൽ പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന പാട്ടല്ല ഇത്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ് ഇത്. മോള് ഒരു 75-80% നീതി പുലർത്തി പാടിയപ്പോഴാണ്. അപ്പം ഇതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പം അതിഗംഭീരമായിട്ട് പാടാവുന്ന ഒരു മോളാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏത് വെറൈറ്റി പാട്ടുകൾ പാടാൻ ശ്രമിക്കുക. അത് ഒറിജിനലിന് വെല്ലുന്ന മാതിരി പാടാൻ ശ്രമിക്കണം. ധ്രുവ അറിയപ്പെട്ട ഒരു പാട്ടുകാരിയിട്ട് വരട്ടെ കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. താങ്ക് യു. ധ്രുവ നല്ല നല്ല കമന്റ്സ്. ഇനി നമുക്ക് മാർക്ക് വെക്കാം. ചെക്കാം. ഓക്കെ ശരത് സർ, യെസ്. മാർക്ക് എത്ര വേണം മോളെ നിനക്ക്? എത്രയായാലും കുഴപ്പമില്ല. എന്നാൽ 5 മാർക്ക് മോളെ. എന്ത് പരിപാടിയാ? അല്ലല്ല അങ്ങനെ ചോദിക്കും മോളെ, അങ്ങോട്ട് വാ തുറന്നിട്ട്. മിണ്ടാരില്ലേ. ഞാൻ ചോദിച്ചത് എന്താണ് മക്കൾക്ക് എത്ര മാർക്ക് വേണം? എത്ര ആണെങ്കിലും മതി. അപ്പൊ ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ 5 മാർക്ക് തന്നു. അതാ ഒരു കണക്ക് പറഞ്ഞു. എത്ര വേണമെന്ന് ഇത്രേന്റെ ഇടയില് ധ്രുവയ്ക്ക് എത്ര മാർക്ക് ആഗ്രഹം? ആഗ്രഹം എന്തായാലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ 2 പറയും. അതല്ല, ഏതായാലും പറയട്ടെ. മാർക്ക് 9. 9 ഈ പാട്ടിനോ? 9 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ, അവരുടെ 7.5 മാർക്ക് എഴുതി ഇട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് താങ്ക് യു മാമ. അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ.